പ്രണയം വിടരുമ്പോൾ. അച്ഛൻ്റെ കുടുംബ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് അവിടുത്തെ കാവിലായിരുന്നു. കിളികളുടെ ശബ്ദം കേട്ടും ചില്ലയിലൂടെ ഓടി നടക്കുന്ന അണ്ണാറക്കണ്ണന്മാരെ നോക്കിയും അവിടൊക്കെ ചുറ്റി നടക്കും. കരിയിലകളും ചെമ്പകപ്പൂക്കളും കാഞ്ഞിരക്കായകളും വീണുകിടക്കുന്ന നിലത്ത് ഏറെ നേരം ഇരിക്കാറുണ്ടായിരുന്നു. കാവിൻ്റെ തണുപ്പും ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴായിരുന്നു പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കുടുംബത്തിലെ ഒരു ബന്ധുവിൻ്റെ മകനായിരുന്നു. അയാൾ അരികത്തായിരുന്നു. അയാൾ എന്തിനാണ് അരികത്തിരിക്കുന്നത്? അസ്വാഭാവികതയും ആശങ്കയും തോന്നി. അല്പനേരത്തേക്ക് അതുവരെ അനുഭവപ്പെടാത്ത എന്തോ ഒന്ന് എന്നിൽ കിടന്ന് തിളച്ചു. ആനന്ദ് എന്നായിരുന്നു അയാളുടെ പേര്. കുടുംബത്തിലെ ചടങ്ങുകൾക്കൊക്കെ കാണുമായിരുന്നെങ്കിലും വളരെ വിരളമായേ സംസാരിച്ചിരുന്നുള്ളൂ. വളരെ നന്നായി പാട്ട് പാടുന്ന കാണാൻ സുന്ദരനായ ആനന്ദിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അയാൾ അരികിലായി ഇരുന്നു. നെഞ്ചിടിപ്പിൻ്റെ വേഗം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആനന്ദ് കണ്ണുകളിൽ തന്നെ നോക്കിയിരുന്നു. ആ നോട്ടത്തെ നേരിടാൻ കഴിയാതെ പോകാനായി എഴുന്നേറ്റപ്പോൾ ആനന്ദ് തടഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. ആനന്ദ് എന്നേക്കാൾ 8 വയസ്സ് മൂത്തതായിരുന്നു. പെട്ടെന്ന് അയാൾ കൈവിരലുകളിൽ പിടിച്ചുകൊണ്ട് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും തിടുക്കത്തിൽ പറഞ്ഞു. അത് കേട്ടതോടെ എന്തു പറയണമെന്നറിയാതെ കിതച്ചു. ഹൃദയം അനിയന്ത്രിതമായി മിടിക്കാൻ തുടങ്ങി. ആനന്ദിൽ നിന്നും കൈ വിടുവിച്ചുകൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ പോയി. ആ നിമിഷത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കണ്ടത് സ്വപ്നമാണോ എന്നറിയാതെ ഞാൻ എന്നെ തന്നെ നുള്ളി നോക്കിക്കൊണ്ടേയിരുന്നു. ആരെങ്കിലും ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായപ്പോൾ എന്തുകൊണ്ടാവും അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്? അന്നത്തെ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. അയാളുടെ മുഖം എന്നിൽ നിറഞ്ഞു നിന്നു. മെല്ലെ മെല്ലെ ആനന്ദിനോടുള്ള ഇഷ്ടം മുളപൊട്ടിത്തുടങ്ങി. സ്നേഹത്തിനായി കൊതിച്ചിട്ടും അത് കിട്ടാതെ, ഈ മനുഷ്യരെ അഭിമുഖീകരിക്കാതെ അദൃശ്യയായി തീർന്ന എന്നിലേക്ക് ഒരാൾ എത്തിയിരിക്കുന്നു. എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അപകർഷതാബോധത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും മെല്ലെ മെല്ലെ ഇറങ്ങിത്തുടങ്ങി. കണ്ണെഴുതാനും പൊട്ടുതൊടാനും സമയം കണ്ടെത്തി. കണ്ണുകൾക്ക് സർപ്പസൗന്ദര്യമാണെന്നും ഇളം കറുപ്പ് നിറം ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളതാണെന്നും ആനന്ദ് പറയുമായിരുന്നു. അപകർഷതാബോധത്തെയും വൈരൂപ്യത്തെയും ആ വാക്കുകൾ കൊണ്ട് മറികടന്നു. ആദ്യമായി പ്രണയകവിതകൾ എഴുതി തുടങ്ങി. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിലെ പ്രണയിനിയായി മാറിക്കൊണ്ടിരുന്നു. നെറ്റിയിലും കവിളിലും പ്രത്യക്ഷപ്പെട്ട മുഖക്കുരു സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അയാളുടെ സാന്നിധ്യത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നു നിന്നു. വീട്ടിലെ കടുത്ത സംഘർഷങ്ങൾക്കിടയിലും ആനന്ദിനെക്കുറിച്ചുള്ള ചിന്ത സങ്കടങ്ങളെ ഇല്ലാതാക്കി. കുടുംബത്തിലെ മറ്റ് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ആനന്ദ് പറഞ്ഞിരുന്നു. എന്നെപ്പോലുള്ള ഒരുവളെ സ്നേഹിക്കാനും ജീവിതത്തിൽ കൂടെ കൂട്ടാനുമുള്ള അയാളുടെ നല്ല മനസ്സിനെ പലരും പുകഴ്ത്തി. സുഖമില്ലാത്ത എനിക്ക് ഒരിക്കലും കുട്ടികളുണ്ടാവില്ലെന്നും ഈ ബന്ധം വേണ്ടെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു. ആ വാക്കിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആനന്ദ് സ്നേഹിച്ചു. ജീവിതത്തിൽ എല്ലാ നിർഭാഗ്യങ്ങളെയും വേദനകളെയും തുടച്ചു കളയാൻ വന്ന രക്ഷകനായി അയാളെ കണ്ടു. പാട്ടുകൾ പാടിത്തന്നും തമാശകൾ പറഞ്ഞും അയാൾ എൻ്റെ വിഷാദത്തെ തുടച്ചു നീക്കിക്കൊണ്ടിരുന്നു. ആദ്യമായി ചുംബനത്തിൻ്റെ അനുഭൂതി അറിയുന്നതും ആനന്ദിൽ നിന്നായിരുന്നു. എൻ്റെ ലോകം അയാൾ മാത്രമായിരുന്നു. എല്ലാ വേദനകളെയും ആനന്ദ് എന്ന സന്തോഷത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരിക്കൽ അച്ഛൻ്റെ കുടുംബ വീട്ടിൽ നടക്കുന്ന ഏതോ ഒരു ചടങ്ങിന് പോയപ്പോൾ ആനന്ദിനെ കണ്ടു. കുറച്ച് നാളുകൾക്ക് ശേഷമായിരുന്നു കാണുന്നത്. കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പെട്ടെന്നായിരുന്നു അയാൾക്കൊപ്പം ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത് കണ്ടത്. അവർ ആരാണെന്നുള്ള ചോദ്യത്തിന് അച്ഛൻ്റെ അനിയൻ്റെ മകളാണ് പറഞ്ഞത് അത് ആനന്ദിൻ്റെ ഭാര്യയാണെന്ന്. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതായിരുന്നു സത്യം. ലോകം മുഴുവനും ഇരുട്ട് മൂടിയതുപോലെ തോന്നി. കഴിഞ്ഞ കാലങ്ങളും ഓർമ്മകളും ആനന്ദുമായി കണ്ട സ്വപ്നങ്ങളുമെല്ലാം പ്രേതരൂപികളെ പോലെ ചുറ്റും അലഞ്ഞു നടക്കാൻ തുടങ്ങി. തലചുറ്റി കണ്ണുകൾ നിറഞ്ഞ് മുന്നിലെ കാഴ്ചകൾ മറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ മരണത്തിനും ജീവിതത്തിനുമിടയിൽ പൊങ്ങിയും താണും കിടന്നു. ആ അനുഭവം തന്ന വേദനയും തളർച്ചയും അതിജീവിക്കാനെടുത്ത സമയത്തിനുള്ളിൽ 2 വർഷം കടന്നുപോയി. സ്നേഹത്തിൻ്റെ നിർവചനം എന്താണ് എന്നതായിരുന്നു
എന്നെ കൊഴുപ്പിച്ച ഏറ്റവും കഠിനമായ ചോദ്യം. സ്നേഹത്തിൽ അതീവ ദുർബലയാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു അത്. വീട് 3 സൈനികർ മാത്രമുള്ള കലാപഭൂമിയായി മാറിക്കൊണ്ടേയിരുന്നു.